പലരും ഇപ്പോൾ ഭാഗ്യരാജനെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പറയുന്ന ഒരു കാര്യം ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന മനുഷ്യൻ എന്നാണ്. അതിരാവിലെ എന്നത്തെ പോലെയും നടക്കാൻ പോയ വ്യക്തിയാണ് ഭാഗ്യരാജ്. വീടിനടുത്തുള്ള കുറച്ചധികം ദൂരം വരെയും എന്നും നടക്കാൻ പോകും. അവിടെയുള്ളവരെല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് പറഞ്ഞ് വീട്ടിലേക്ക് എത്തും. ഒരു കാര്യം പോലും പുറത്തുനിന്ന് കഴിക്കില്ല. വീട്ടുകാരോട് പറയാതെ എവിടെയും പോകില്ല. 73 വയസ്സായെങ്കിലും ദൃഢമായ ആരോഗ്യം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും നാളും രക്ഷിച്ചത്. വളരെയധികം കൃത്യമായി ഡയറ്റ് നോക്കുക, വളരെയധികം കൃത്യമായി വ്യായാമം ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രക്ഷയായി മാറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം വില്ലനായി മാറുകയായിരുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹം എത്തിയത് വാക്കിംഗ് കഴിഞ്ഞാണ്. എന്നാൽ വാക്കിംഗ് കഴിഞ്ഞ് പ്രതീക്ഷിക്കാത്തത്ര തളർച്ചയുണ്ടായി. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അവിടെയുള്ളവരോട് എനിക്കെന്തോ ഒരു നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞു. പതുപോലെ ഭക്ഷണവും കഴിച്ചു. സാധാരണ ഗ്യാസോ മറ്റെന്തെങ്കിലും ആകുമെന്ന് കരുതി. ഹൃദയാഘാതമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. അത്രയേറെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഹൃദയാഘാതം വരുന്നത്? അതൊട്ടും സഹിക്കാനാകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഞെട്ടലായി മാറുന്നത്. ആരോഗ്യവാനായിരുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് വളരെ സന്തോഷവാനായിരുന്ന മനുഷ്യനാണ്. ഇന്നലെയും ഖുഷ്ബുവിൻ്റെ മകളുടെ വിവാഹത്തിന് എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ കൃത്യമായി കളിച്ചിരികളായി അവസാനിച്ചതാണ്. ഇന്ന് പുലർച്ചെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. എങ്ങനെയാണ് ഒപ്പമുള്ള താരങ്ങൾക്കത് വിശ്വസിക്കാനാവുക? ഞങ്ങൾക്കാർക്കും അറിയില്ല. അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ വിഷമം കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹത്തിന് എത്തിയവരെല്ലാവരും ഭാഗ്യരാജനെ കണ്ടിരുന്നു. കുടുംബസമേതം തന്നെയാണ് അദ്ദേഹം എത്തിയത്. എവിടെയാണെങ്കിലും കുടുംബസമേതം പോകാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴും ഭാര്യ പൂർണിമയും കൊണ്ട് പോകാറുണ്ട്. പറ്റുന്നിടത്തൊക്കെ തന്നെയും മക്കളെയും കൂട്ടാറുണ്ട്. മക്കൾ ഇത്രയും വളർന്നതിന് ശേഷം അച്ഛനമ്മമാരോടൊപ്പം കല്യാണങ്ങൾക്ക് പോകുന്നത് വളരെ കുറവാണെങ്കിലും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഈ താരകുടുംബത്തെ. പ്രേക്ഷക പ്രീതിയുള്ളൊരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അതുകൊണ്ടാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇപ്പോൾ ഭാഗ്യരാജന് പിന്നാലെ തന്നെയാണ് എന്ന് പറയാം. നിരവധി നടന്മാരും നടിമാരും ഒക്കെ അന്തരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഹൃദയാഘാതം കാരണം മരിച്ചു വീഴുന്നവരുടെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യം കൂടി നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്നുകൂടി നമുക്ക് പറയാം. ഓരോ തവണയും ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഇടയ്ക്ക് ഇതുപോലെ റെസ്റ്റുകൾ അദ്ദേഹം എടുക്കാറുണ്ട്. ശരീരത്തിന് ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കാറില്ല. എന്നാൽ എങ്ങനെയോ എന്തോ വിധി അതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ഇവിടെ വരെ എത്തിച്ചത്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഞെട്ടലായി തന്നെ മാറിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നതാണ് സത്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.